ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അജൈൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ മോഡൽ കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നതാണ് അജൈൽ ഡെവലപ്മെൻറ്റ്. അജൈൽ ഡെവലപ്മെൻറ്റ് മോഡലുകളുണ്ട്. അത് ഇപ്പോഴത്തെ കറൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലുകളാണ് അജൈൽ ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. എന്താണ് അജൈൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നമുക്കറിയാം എന്താണെന്ന്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് അജൈൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അജൈൽ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ ആ അജൈൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അജൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അജൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് എന്ന് പറയും. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അജൈൽ ഡെവലപ്മെൻറ്റിനെ പറയുന്ന പേരാണ് അജൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി സാധാ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിന് പറയാനുള്ള രണ്ട് ക്യാരക്ടറാണ്. ഒന്ന് ഫിലോസഫി, ഒന്ന് സെറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഗൈഡ് ലൈൻസ്. അതായത് ഫിലോസഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഓരോരോ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും, നമ്മൾക്ക് തന്നെ കഴിയും. അതായത് അവരുടെ ഇഷ്ടങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടേതായ വ്യത്യാസങ്ങൾ വരുത്തി നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതൊരു ഫിലോസഫിയാണ്. ശരിക്കും ഒരു കസ്റ്റമർ പറഞ്ഞുകൊണ്ടല്ല, അത് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഒരു അജൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ വ്യത്യാസം. സാധാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ അതാണ് ഫിലോസഫി. രണ്ടാമത്തെ സെറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ആണ്. ഒരുപാട് ഒരേ ടൈപ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ അയാൾ എക്സ്പേർട്ടായിരിക്കും. കാരണം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഏത് ഫീൽഡിൽ നിന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എല്ലാ ഫീൽഡും നമുക്ക് പരിചയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം എല്ലാ ഫീൽഡും നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്താണോ ഡെവലപ്പ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തും, എക്സ്പെർട്ടേഴ്സിനോട് സംസാരിക്കും. അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ റിസോഴ്സുകൾ കണ്ട് സെർച്ച് ചെയ്ത് മനസ്സിലാക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അല്ലാണ്ട് ആരും ആ ഫീൽഡ് അറിഞ്ഞുകൊണ്ടല്ല ആ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരേ ടൈപ്പിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഗൈഡ് ലൈൻസും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ആ ആൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തായിരിക്കും ശരിക്കും മനസ്സിലായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാ ഒരു ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതും ഈ രണ്ട് എക്സ്ട്രാ സംഭവം കൂടി വന്നു കഴിഞ്ഞാലാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആർക്കും കഴിയുന്നൊരു പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ്. ആർക്കും മീൻസ് നമ്മൾ പഠിക്കുന്ന ഈ ഫീൽഡിലുള്ളവർക്ക് കഴിയും. പക്ഷേ അജൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കഴിയുന്ന ഒന്നല്ല. അത് ശരിക്കും പറഞ്ഞാൽ എക്സ്പെർട്ടേഴ്സിന് മാത്രമേ കഴിയുള്ളൂ. അത്ര എക്സ്പേർട്ടായ എക്സ്പീരിയൻസ് ഉള്ളവർക്കേ കഴിയുള്ളൂ. കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് അവിടെ മസ്റ്റ്. കസ്റ്റമർ പറയുന്ന അത് പ്രൊഡക്റ്റ് അതുപോലെ കൊടുക്കുന്നതിന് പകരം കസ്റ്റമറിൻ്റെ മനസ്സ് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് ചെയ്ത് കൊടുക്കലാണ് അജൈൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് അജൈൽ പ്രോസസ്സ്? മറ്റ് സാധാ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ നിന്നും അജൈൽ പ്രോസസ്സിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലെ കോസ്റ്റ് വല്ലാതെ ചേഞ്ചുകളൊന്നും വരില്ല. കാരണം ഓൾറെഡി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത പ്രൊജക്റ്റിലാണ് അജൈൽ പ്രോസസ്സ് കോമൺ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഡെവലപ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച്. ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ സോഫ്റ്റ്വെയർ. കോസ്റ്റ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. സോഫ്റ്റ്വെയർ ഈസ് റിലീസ്ഡ് ഇൻ ആൻ ഇൻക്രിമെൻറ്റ്. സോഫ്റ്റ്വെയറിൻ്റെ ഇൻക്രിമെൻറ്റ് റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയ സംഭവത്തിനെ വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് അടുത്ത ഇൻക്രിമെൻ്റാണ്. ഓൾറെഡി ചെയ്ത വർക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻക്രിമെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾക്കറിയാം, നമ്മൾ ഇൻക്രിമെൻറ്റ് മോഡലിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു ഇൻക്രിമെൻറ്റ്, രണ്ടാമത്തെ ഇൻക്രിമെൻറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് എൻ വരെ പോകണം. അതുപോലെ തന്നെയാണ് അജൈൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്ററേറ്റീവാണ്. കാരണം ഓൾറെഡി ചെയ്തതിനെ വീണ്ടും നന്നാക്കുന്ന പരിപാടിയാണ് ശരിക്കും അജൈൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇൻക്രിമെൻറ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇൻക്രിമെൻറ്റ് പറഞ്ഞത്. അത് റിലീസ് ചെയ്യാൻ അജൈൽ പ്രോസസ്സിൽ കഴിയും. ചേഞ്ച് ക്യാൻ ബി ബെറ്റർ കൺട്രോൾ വിത്തിൻ ആൻ ഇൻക്രിമെൻറ്റ്. ഓരോ ചേഞ്ചുകളും
ബെറ്റർ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നല്ലൊരു ബെറ്റർ കൺട്രോളിനുള്ളതാണ്. ഓരോ ഇൻക്രിമെൻറ്റിലും അതിൻ്റേതായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അപ്ഡേഷൻ ഉണ്ടാവും, ഫീച്ചർ ആഡ് ചെയ്യുന്നുണ്ടാവും. അല്ലാണ്ട് അതേപോലെ ഇടുന്നല്ല. ഓരോ സ്റ്റേജിലും ഫസ്റ്റത്തെ ഇൻക്രിമെൻറ്റിലുള്ള രണ്ടാമതൊരു ഇൻക്രിമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതേ ഇൻക്രിമെൻറ്റ് അതേ പ്രൊജക്റ്റ് ആയിരിക്കില്ല. അതിലെന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും ഒരു നല്ലൊരു ഫീച്ചർ ഉണ്ടായിരിക്കും. അതാണ് അടുത്തൊരു ഇൻക്രിമെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. അതാണ് അജൈൽ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഡെവലപ്പ് ചെയ്തതിനെ വീണ്ടും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മോഡിഫൈ ചെയ്യുക. അജിലിറ്റി പ്രോസസ്സ് പറയുമ്പോൾ സിമ്പിളാണ്. അജൈൽ പ്രോസസ്സ് എന്താണ്, അജിലിറ്റി എന്താണ്, അജൈൽ ഡെവലപ്മെൻറ്റ് എന്താണ്, അജൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ടേമും മനസ്സിലാക്കാനായിട്ട്. അടുത്ത അജിലിറ്റിയാണ്. വാട്ട് ഈസ് അജിലിറ്റി? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിങ് മോഡേൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. ഫസ്റ്റിൻ്റെ അജൈൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടെക്നിക്കുകളാണ്. വാട്ടർഫാൾ മോഡലായാലും സ്പൈറൽ മോഡലായാലും എല്ലാ മോഡലുകളും പഴയ മോഡലാണ്. അതായത് ഓൾഡ് വേർഷൻ. ഏറ്റവും ഓൾഡായിട്ട് പറയുന്നത് വാട്ടർഫാൾ മോഡലാണ്. ആരും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു മോഡലുകൾ ഇപ്പോൾ കറണ്ടായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം അത് അത്രയും ഓൾഡാണ്. പുതിയതായിട്ട് ഒരുപാട് മോഡലുകൾ സ്ക്രം, DSTM ഒരുപാട് മോഡലുകൾ ഇപ്പോൾ ഉണ്ട് ലേറ്റസ്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന. ആ മോഡലുകളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതും. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ മോഡേൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ അജിലിറ്റി എന്ന് പറയുന്നത്. അജിലിറ്റി യൂസ് ചെയ്യുന്നത് മോഡേൺ എഞ്ചിനീയറിംഗ് പ്രോസസ്സിലാണ്, ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രോസസ്സിലാണ്. ഈ ഓരോ പ്രോസസ്സിനെയാണ് നമ്മൾ അജൈൽ എന്ന് പറയുന്നത്. മോഡേൺ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബ് മോഡേൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അജിലിറ്റി. അതിൽ ഓരോ എഞ്ചിനീയറിംഗ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് അജൈൽ എന്ന് പറയുന്നത്. ഈ അജൈൽ പ്രോസസ്സിന് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരുപാട് റൂൾസുകളുണ്ട്. അജിലിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരുപാട് റൂൾസുകളുണ്ട്. ആ റൂൾസുകളൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം അങ്ങനെ റൂൾസ് പഠിക്കാനായിട്ട് പറയുന്നില്ല. ഓരോ 10-12 റൂൾസോളം ഉണ്ട്. പിന്നെ അജിലിറ്റീൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാഫാണെന്ന് പറയാം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എക്സ് ആക്സിസിൽ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഷെഡ്യൂൾ പ്രോഗ്രാംസും ഡെവലപ്മെൻറ്റ് കോസ്റ്റുമാണ്. അതായത് ഒരു സൈഡിൽ എക്സ് ആക്സിസിൽ പറയുന്നത് പ്രോഗ്രാമിൻ്റെ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ വൈ ആക്സിൽ പറയുന്നത് അതിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ കർവ് പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവും. കോസ്റ്റ് ഓഫ് ചേഞ്ച് അജൈൽ പ്രോസസ്സിൻ്റെ ചേഞ്ച് ഇങ്ങനെയാണ്. അജൈൽ പ്രോസസ്സിൻ്റെ കോസ്റ്റിൻ്റെ ചേഞ്ച് പോകണം. അതേസമയം ഒരു സാധാ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് പോകുന്നത് ഇങ്ങനെയാണ്. അത്ര ഇൻക്രിമെൻ്റാണ് കോസ്റ്റിൻ്റെ വേരിയേഷൻ. കൺവെൻഷണൽ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സാധാ ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത്. അതേസമയം അജൈൽ പ്രോസസ്സിങ്ങിൽ വലിയ വേരിയേഷനൊന്നും വരാതെ ഉള്ളൊരു ഇതാണ് പോകുന്നത്. ഇങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അജൈൽ പ്രോസസ്സർ ഐഡലൈസ് ആയാൽ മാത്രമാണ് ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണെന്ന് പറയാൻ പറ്റുക. ഐഡിയൽ സ്റ്റേജാണ് ഇവിടെ കാണിച്ചിട്ട് ഇങ്ങനെ പോവുക. അതായത് ശരിക്കും കോസ്റ്റൊന്നും ആവശ്യമില്ലാത്ത രൂപത്തിൽ, മുതൽ മുടക്കൊന്നും ഇല്ലാത്ത രൂപത്തിൽ പോകുന്നതാണ് ഐഡിയൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ അതൊരിക്കലും സാധ്യമാവില്ല. കുറച്ചൊക്കെ കോസ്റ്റ് ആവശ്യം വരും. കാരണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടി അതിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കോസ്റ്റ് വേണ്ടി വരും. അപ്പോൾ അതിന് കോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോവുക. അതായത് ചെറിയ വേരിയേഷനേ ഉണ്ടാവുള്ളൂ, ഹയ്യസ്റ്റ് ആയിട്ട് പോവില്ല. അതാണ് അജിലിറ്റീൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇത്രയും ആണ് മനസ്സിലാക്കേണ്ടത്. പ്രിൻസിപ്പിൾസ് പഠിക്കേണ്ടതില്ല. നമ്മുടെ സിലബസിൽ ഇത് പ്രിൻസിപ്പിൾസ് പറയുന്നില്ല. അതുകൊണ്ടാണ് സിലബസിൽ പ്രിൻസിപ്പിൾസ് എടുത്ത് പറയാത്തത്. അപ്പോൾ എന്താണ് അജൈൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അജൈൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? അജിലിറ്റി എന്താണ്? ഇത്രയും കാര്യങ്ങൾ, അജിലിറ്റി, അജൈൽ പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത് പറയാനുള്ളത് എക്സ്ട്രീം പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ XP ആണ്. എന്താണ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ്? ഒരു ടൈപ്പ് അജൈൽ ഒരു അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അപ്രോച്ചാണ് XP എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്താണെന്ന്. അത്തരത്തിലൊരു സോഫ്റ്റ്വെയർ അപ്രോച്ചാണ് എക്സ്ട്രീം പ്രോഗ്രാമിംഗ്, XP എന്ന് പറയും. ഇത് ഡെവലപ്പ് ചെയ്ത് കെൻറ്റ് ബെക്ക് ആണ്. കെൻറ്റ് ബെക്ക് എന്നുള്ള
ഒരു സയൻറ്റിസ്റ്റാണ് 1980 ഒരുപാട് കാലം മുന്നേ ഒന്നുമല്ല 1980 ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ XP എന്ന ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ XP തന്നെ 1918 അതിൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ ഡെവലപ്പ് ചെയ്താണ് വാട്ടർഫാൾ മോഡലും സ്പൈറൽ മോഡൽ, ഇൻക്രിമെൻ്റ് ഇവല്യൂഷണറി മോഡലുകളെല്ലാം തന്നെ. ശരിക്കും ഓൾഡ് ആണെങ്കിൽ കൂടി നമ്മൾ സിലബസിൽ പഠിച്ചു പോരുന്നത് ആ ഒരു മെത്തേഡ് അങ്ങനെ പഠിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ STM പ്രോഗ്രാമിംഗ് തന്നെ ഡെവലപ്പ് ചെയ്തത് 1980 ഇപ്പോൾ റീസെൻ്റായിട്ട് ആ XPന് വീണ്ടും വേരിയേഷൻ വന്നു. അതിൻ്റെ പേരാണ് ഇൻഡസ്ട്രിയൽ SP. ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ SP ആണ് ലേറ്റസ്റ്റ് വേരിയേഷനായിട്ട് വരുന്നത്. IXP എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ XPൻ്റെ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്മോൾ മീഡിയംസ് മാത്രം, അതായത് ഓർഗനൈസേഷൻ വലിയൊരു ലാർജ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യാൻ ക്യാപ്പബിൾ അല്ലായിരുന്നു XP. അതുകൊണ്ട് തന്നെ ലാർജ് ഓർഗനൈസേഷന് യൂസ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒന്നാണ് IXP, ഇൻഡസ്ട്രിയൽ SP എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ എന്താണ് STM പ്രോഗ്രാമിംഗ്. അപ്പോൾ STM പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ടൈപ്പ് ഓഫ് അജിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അപ്രോച്ച്. കെൻഡബെക്ക് 1980 ഡെവലപ്പ് ചെയ്തതാണ് XP എന്ന് പറയുന്നത്. ഇനി SP വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കെൻഡബെക്ക് SP ഡെവലപ്പ് ചെയ്തപ്പോൾ, അതായത് ഇങ്ങനൊരു SP എന്ന് പറയുന്ന ഒരു STM പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്തപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ 5 സെറ്റ് വേരിയബിൾസാണ് യൂസ് ചെയ്തത്. 5 സെറ്റ് ഓഫ് വേരിയബിൾസ്. ബെക്ക് ഡിഫൈൻ സെറ്റ് ഓഫ് 5 വാല്യൂസ്. ആ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ടാണ് STM പ്രോഗ്രാമിനെ ഡിഫൈൻ ചെയ്തത്. ആ 5 വാല്യൂസ് ഏതൊക്കെയാണ് എന്നാണ് SP വാല്യൂസ് പറയുന്നത്. അപ്പോൾ XP വാല്യൂസ് എന്ന് പറഞ്ഞാൽ കെൻഡബെക്ക് STM പ്രോഗ്രാമിംഗ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത 5 വാല്യൂസാണ് SP വാല്യൂസ്. വാല്യൂസ് എന്ന് പറയുന്നത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ഓൾ വർക്ക് പെർഫോംഡ്. എല്ലാ വർക്കും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഓരോന്നിനും ഓരോ വർക്ക് ഉണ്ട്. നമ്മൾ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോന്നിനും അതിൻ്റേതായ ഓരോ ഫങ്ഷനുണ്ട്. അതുകൊണ്ടാണ് 5 വാല്യൂസ് ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്തത്. ആ 5 വാല്യൂസ് എന്ന് പറയുന്നത് 1 കമ്മ്യൂണിക്കേഷൻ, 2 സിംപ്ലിസിറ്റി, 3 ഫീഡ്ബാക്ക്, 4 കറേജ്, 5 റെസ്പെക്റ്റ്. 5 വാല്യൂസ് SP വാല്യൂസ് എന്ന് പറയുന്നത് 1 കമ്മ്യൂണിക്കേഷൻ, 2nd സിംപ്ലിസിറ്റി, 3rd ഫീഡ്ബാക്ക്, 4th കറേജ്, 5th റെസ്പെക്റ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ പറയുന്നതിന് കമ്മ്യൂണിക്കേഷൻ ഏത് പ്രോസസ്സ് ആയാലും, അജിൽ പ്രോസസ്സ് ആയാലും, അജിൽ പ്രോസസ്സിൻ്റെ ഒരു ടൈപ്പാണല്ലോ XP. അത് സാധാ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ആയാലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തമ്മിലുള്ള സംഭാഷണമാണ്. ഫസ്റ്റത്തെ സ്റ്റേജാണത്. അപ്പോൾ എഫക്റ്റീവായൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മുടെ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആക്കും. ഫസ്റ്റ് അത് പറയുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് കസ്റ്റമറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തമ്മിലുള്ള സംഭാഷണം. രണ്ടാമത്തേന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയാണ്. SP റെസ്ട്രിക്ട് ഡെവലപ്പർ ടു ഡിസൈൻ ഓൺലി ഫോർ ഇമ്മീഡിയറ്റ് നീഡ്സ് റാദർ ദാൻ ഫ്യൂച്ചർ നീഡ്സ്. ഭാവിയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അപ്പോഴത്തെ പർപ്പസിന് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്ന ഉദ്ദേശം ആണ് സിംപ്ലിസിറ്റി. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്യാം, അപ്പം നമ്മുടെ ഇപ്പോൾ കറൻ്റായിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ എങ്ങനെ യൂസ് ചെയ്യാം, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് സിംപ്ലിസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് ഫീഡ്ബാക്കാണ്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിറൈവ് ഫ്രം 3 സോഴ്സസ്. ഫീഡ്ബാക്ക് നമുക്ക് 3 തലങ്ങളിൽ നിന്ന് കിട്ടും. നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് 3 തലത്തിൽ നിന്ന് കിട്ടും. ഒന്ന് സോഫ്റ്റ്വെയർ റിസൾട്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ തന്നെ കിട്ടും. കറക്റ്റായ ഔട്ട്പുട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് അതിൻ്റേതായിട്ടുള്ള ഔട്ട്കം റിക്വസ്റ്റിനനുസരിച്ച് റെസ്പോൺസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഫീഡ്ബാക്ക് സോഫ്റ്റ്വെയർ റിസൾട്ട്. പിന്നെ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്. പിന്നെ കിട്ടുന്ന ടീം മെമ്പേഴ്സ്, ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. അങ്ങനെ 3 തരത്തിൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് വർക്ക് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൈമിൽ 3 സോഴ്സിൽ നിന്നും ഫീഡ്ബാക്ക് ലഭിക്കും. സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ, കസ്റ്റമറിൽ നിന്ന്, ടീം മെമ്പേഴ്സിൽ നിന്ന്. അതാണ് മൂന്നാമത്തെ വാല്യൂ, SP വാല്യൂ ആയ ഫീഡ്ബാക്ക്. നാലാമത്തെ കറേജാണ്. കെൻഡബെക്ക് ആർഗ്യൂസ് certain XP practices demand courage. A better word might be discipline. നമുക്ക് എന്തിനും ശരിക്കും പറഞ്ഞാൽ കറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ധൈര്യത്തിൽ നിന്ന് അപ്പുറത്തേക്കായിട്ട് നമുക്ക് എന്ത് വർക്കും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഇതാണ് ഇവിടെ കറേജ് കൊണ്ട് കെൻഡബെക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ
ക്ഷമാശീലം. ഒരു വർക്ക് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ക്ഷമയാണ്. അതൊരു ബെറ്റർ വാല്യൂ ആണ്. എന്ത് വലിയ വർക്കാണെങ്കിലും ക്ഷമയോട് കൂടെ ചെയ്ത് തീർക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതാണ് ഇവിടെ കറേജ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എത്ര പറ്റാത്ത കാര്യമാണെങ്കിൽ കൂടി നമുക്ക് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റാണ്. അഞ്ചാമത്തെ റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വർക്ക് ചെയ്യാൻ കൊണ്ടുവന്നാലും ആ ടീം മെമ്പേഴ്സിനായാലും കസ്റ്റമേഴ്സിനായാലും അവർ തമ്മിലുള്ളൊരു റെസ്പെക്റ്റ് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അത് വലിയൊരു വാല്യൂ പോയിൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ വാല്യൂ എന്ന് പറയുമ്പോൾ നിർബന്ധിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യമല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഈ അജൈൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴേ അങ്ങനെയാണ്, ഫിലോസഫിക്കൽ അപ്രോച്ചാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വേണമെന്നല്ല അത് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഫീലിംഗ് മനസ്സിലാക്കാൻ ക്ലാസ് എടുക്കുന്ന ഒരാൾക്ക് കഴിയില്ല. കാരണം ഒരാൾ വേറെ സിറ്റുവേഷനിലായിരിക്കാം, ക്ലാസ് കേൾക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പല സിറ്റുവേഷനിലും ഉണ്ടായിരിക്കും. അതാണ് ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിലാവുമ്പോഴൊരു പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കൊടുക്കുമ്പോൾ അവിടെ ഒരു വാല്യൂ ആണ്. അതൊരു ഡെവലപ്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ വാല്യൂ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ഏത് വർക്കിലായാലും, ടീച്ചർ ഫീൽഡിലായാലും ഏത് ഫീൽഡിലായാലും. വേണമെങ്കിൽ ടീച്ചറെ റെസ്പെക്റ്റ് ചെയ്താൽ മതി, നിർബന്ധിച്ച് റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. പക്ഷെ ആ റെസ്പെക്റ്റിന് അവിടെ വലിയൊരു മൂല്യമുണ്ട്. അതാണ് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 5 വാല്യൂസാണ് SP പ്രോഗ്രാമിങ്ങിൽ കെൻറ്റ് ബെക്ക് പറഞ്ഞിട്ടുള്ളത്. ആ 5 വാല്യൂസ് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ വർക്ക് കൂടുതൽ ബെറ്റർ ആവുന്നത്. കമ്മ്യൂണിക്കേഷൻ, സിംപ്ലിസിറ്റി, ഫീഡ്ബാക്ക്, കറേജ്, റെസ്പെക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് SP വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് SP പ്രോസസ് മോഡൽ അല്ലെങ്കിൽ SP പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ XP അല്ലെങ്കിൽ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചാണ്. അതായത് ഒബ്ജക്റ്റ്, ക്ലാസ് ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ് SP പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിലൊരുപാട് റൂൾസുകളുണ്ട്. സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ഒക്കർ വിത്തിൻ കോണ്ടെക്സ്റ്റ് ഓഫ് 4 ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ്. ഒരുപാട് റൂൾസും പ്രാക്ടീസുകളും ഉണ്ട്. 4 ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസാണ് ഉള്ളത്. നമ്മൾ സാധാ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൽ 5 ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസാണുള്ളത്. കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, ഡിസൈന്, പിന്നെ കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെൻറ്റ്, അങ്ങനെ പോകുന്ന 5 ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസാണ്. അതേസമയം നമ്മുടെ XP പ്രോസസ് മോഡൽ അല്ലെങ്കിൽ SP പ്രോസസ്സിൽ 4 ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസുകളാണുള്ളത്. പ്ലാനിങ്, ഡിസൈൻ, കോഡിങ്, ടെസ്റ്റിംഗ്, അങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റത് പറയുന്നത് പ്ലാനിങ് ആണ്. അത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പ്ലാനിങ് യൂസർ സ്റ്റോറീസ്, വാല്യൂസ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റ് ക്രൈറ്റീരിയ, ഇറ്ററേഷൻ പ്ലാൻ, പിന്നെ സിമ്പിൾ ഡിസൈൻ, CRC കാർഡ്സ്, സ്പൈക്ക് സൊല്യൂഷൻ, പ്രോട്ടോടൈപ്സ് ഡിസൈനിലുള്ളതാണ്. ഡിസൈനിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വരുന്ന റീഫാക്ടറിങ്, കോഡിങ്ങിൽ പെയർ പ്രോഗ്രാമിങ്ങും കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷനും, ടെസ്റ്റിൽ യൂണിറ്റ് ടെസ്റ്റ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റ്, ദെൻ സോഫ്റ്റ്വെയർ റിലീസ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെൻറ്റ്. ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അതിൽ ഫസ്റ്റത്തെ പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിന് മറ്റൊരു തരത്തിൽ നമ്മൾ ഈ അജൈൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ അല്ലെങ്കിൽ SP പ്രോസസ്സിൽ പ്ലാനിങ് ഗെയിം എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പേരുകൾ കൊടുക്കുന്നത്. പ്ലാനിങ് എന്നതിൽ അപ്പം പ്ലാനിങ് ഗെയിം എന്ന് പറയുമ്പോൾ ആ ഗെയിം എന്നുള്ള പേര് നമുക്കൊരു ഫ്രണ്ട്ലി അപ്രോച്ച് തരുന്നതാണ്. അതുകൊണ്ടാണ് ഗെയിം, സ്റ്റോറീസ് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള വാക്കിന് അപ്പുറത്തേക്ക് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നിക്കുന്ന വേർഡുകളാണ്. അതുപോലെ തന്നെയാണ് പ്ലാനിങ്ങിൽ പറയുന്നത് പ്ലാനിങ് ഗെയിം എന്ന് പറയാറുണ്ട്. ഇറ്റ് ബിഗിൻ വിത്ത് റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആക്ടിവിറ്റീസ്. ഇതിൻ്റെ തുടക്കം, പ്ലാനിങ് സ്റ്റേജിൻ്റെ തുടക്കം എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് ഗ്യാതറിങ് തന്നെയാണ്. അതായത് റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുക, ഒരു വർക്കിന് വേണ്ട റിക്വയർമെൻറ്റ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യൽ ആണ് തുടക്കം. ഇറ്റ് ബിഗിൻസ് വിത്ത് ലിസണിങ്. ഈ സ്റ്റേജ് തുടങ്ങുന്നത് എന്താണ്? ലിസണിങ്ങിലൂടെയാണ്. അതായത് ആദ്യം മനസ്സിലാക്കൽ,
എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി തുടക്കുന്ന കാര്യം. അത് കസ്റ്റമറിനോട് സംസാരിച്ചിട്ട് കസ്റ്റമറിൻ്റെ വാക്കുകൾ ലിസൺ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സ്റ്റോറി ഡെവലപ്പ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റേജ്. ഡിസൈൻ ലീഡ്സ് ടു ദ ക്രിയേഷൻ ഓഫ് സ്റ്റോറീസ് കോൾഡ് യൂസർ സ്റ്റോറീസ്. അതായത് ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കഥ എഴുതലാണ് ഫസ്റ്റ്. കഥ എഴുതൽ മീൻസ് ആവശ്യങ്ങൾ എഴുതി വയ്ക്കലാണ്, ഡോക്യുമെൻറ്റേഷനാണ്. SRS ഡോക്യുമെൻറ്റ്സ്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് എഴുതലാണ്. അതായത് റിക്വയർമെൻറ്റ് അനാലിസിസ് വഴി കിട്ടുന്ന കഥ, അതാണ് യൂസർ സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഫീച്ചേഴ്സ്, ഔട്ട്പുട്ട്, ഫങ്ഷണാലിറ്റി ഓഫ് ദി സോഫ്റ്റ്വെയർ ടു ബി ബിൽഡ്. ഈ സ്റ്റോറിയിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എല്ലാം ആ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈച്ച് സ്റ്റോറി ഡെവലപ്ഡ് ബൈ ദ കസ്റ്റമർ യൂസിങ് ഇൻഡെക്സ് കാർഡ്. ഈ ഓരോ സ്റ്റോറിയും ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? കസ്റ്റമറിൻ്റെയാണ് സ്റ്റോറിയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് ഇൻഡെക്സ് കാർഡ് വഴിയാണ്. അപ്പോൾ ഇൻഡെക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ ആവശ്യങ്ങളും കസ്റ്റമർ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന ഓരോ കാർഡ് ഉണ്ടായിരിക്കും. ആ കാർഡിനെ പറഞ്ഞാൽ ഇൻഡെക്സ് കാർഡ്. ഇൻഡെക്സ് കാർഡിലാണ് കസ്റ്റമറിൻ്റെ ഓരോരോ ആവശ്യങ്ങളും എഴുതിയിട്ടുണ്ടാവുക. ഈ ഓരോ ആവശ്യങ്ങളാണ് നാം ഒരു ഔട്ട്പുട്ടിലൂടെ അവർക്ക് കൊടുക്കുന്നത്, ആണ് ഇൻഡെക്സ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് ഗെയിം, യൂസർ സ്റ്റോറീസ്, ദെൻ ഇൻഡെക്സ് കാർഡ്. ദ സ്റ്റോറി ബേസ്ഡ് വാല്യൂ പിന്നെ ഇറ്ററേഷൻ പ്ലാൻഡ് ആണ്, അതായത് ഇൻക്രിമെൻ്റ് ആണ്. നമുക്ക് ആവശ്യാനുസരണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാം. പ്ലാനിങ് കഴിഞ്ഞു, പിന്നെ അവസാനം ടെസ്റ്റിങ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വീണ്ടും പ്ലാനിങ്ങിലോട്ട് വന്ന് തിരിച്ചു വരാം. കസ്റ്റമർ ക്യാൻ ആഡ് സ്റ്റോറീസ് ടു ബി വർക്ക്. ഏത് സ്റ്റേജിൽ വേണമെങ്കിലും കസ്റ്റമറുമായി കമ്മ്യൂണിക്കേഷൻ നടത്തി ഇൻഡെക്സ് കാർഡ് നൽകാൻ കഴിയും. ഇൻഡെക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ ഏത് സ്റ്റേജ് പ്ലാനിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ചില കേസുകളിൽ ഫസ്റ്റ് പ്ലാനിങ്ങിന് മുന്നേ കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇതിൽ ഏത് സ്റ്റേജിലും കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം കമ്മ്യൂണിക്കേഷൻ ഒരു സ്റ്റേജ് കൊടുക്കാത്തത്. സ്റ്റോറിയിൽ ഉള്ള സ്റ്റോറി ബേസ്ഡ് വാല്യൂ അസൈൻ പറയുമ്പോൾ നമ്മുടെ യൂസർ സ്റ്റോറിയിലുള്ള ഓരോ വാല്യൂം ഇൻഡെക്സ് കാർഡിലുള്ള ഓരോ വാല്യൂം അസൈൻ ചെയ്തുകൊണ്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഫസ്റ്റത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസൈനാണ്. ഡിസൈനിന് അതിൻ്റേതായ പ്രിൻസിപ്പിൾ ഉണ്ട്. SP മോഡലിൽ ഡിസൈൻ പ്രോസസ്സിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്ന പേരാണ് KISS പ്രിൻസിപ്പിൾ. KISS മീൻസ് KIS, KISS പ്രിൻസിപ്പിൾ, കീപ്പ് ഇറ്റ് സിമ്പിൾ. അതും ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേരാണ്, കീപ്പ് ഇറ്റ് സിമ്പിൾ. എല്ലാം അത്രയും ഫ്രണ്ട്ലി നെയിമുകളാണ് എല്ലാം തന്നെ. ശരിക്കും ഒരു ടെക്നിക്കൽ ടേമിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു ഇഷ്ടം തോന്നുന്ന വാക്കുകളാണ് എല്ലാം. ഡിസൈൻ പ്രൊവൈഡ് ഇംപ്ലിമെൻറ്റേഷൻ ഗൈഡൻസ് ഫോർ സ്റ്റോറീസ്. ഓൾറെഡി ഉണ്ടാക്കിയ യൂസർ സ്റ്റോറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് ഡിസൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എൻകറേജസ് ദ യൂസ് ഓഫ് CRC കാർഡ്. കസ്റ്റമറിൻ്റെ ഇൻഡെക്സ് കാർഡിനെ ഡിസൈൻ ഫോർമാറ്റിലോട്ട് മാറ്റുക. അത് CRC കാർഡിലാണ് യൂസ് ചെയ്യുക. CRC കാർഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റെസ്പോൺസിബിലിറ്റി കൊളാബറേറ്റർ കാർഡ് എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചാണെന്ന്. അപ്പോൾ അതിൽ ഓരോന്നും ക്ലാസ്സുകളായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ കാർഡിനെ പറയുന്ന പേരാണ് CRC കാർഡ്, ക്ലാസ് റെസ്പോൺസിബിലിറ്റി കൊളാബറേറ്റർ കാർഡ് എന്ന് പറയും. ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് ഇൻഡെക്സ് കാർഡ് ഡെവലപ്പ് ചെയ്യുന്ന കസ്റ്റമറാണ്. കസ്റ്റമറിൻ്റെ ഇൻഡെക്സ് കാർഡിനെ ഡിസൈൻ ചെയ്തിട്ട് CRC കാർഡിലോട്ട് മാറ്റും. അതാണ് ചെയ്യുന്നത്. CRC കാർഡ് ഫോർ ഡിസൈൻ വർക്ക് ഇൻ SP പ്രോസസ്സിലെ ഡിസൈൻ വർക്ക് ചെയ്യുന്ന കാർഡാണ് CRC കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോണ്ടെക്സ്റ്റ്. ഇറ്റ് ഓർഗനൈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സസ്. വേറൊരു CRC കാർഡ് അല്ലാത്ത വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. അതാണ് സ്പൈക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സ്പൈക്ക് സൊല്യൂഷൻ. അപ്പോൾ ഒന്ന് കാർഡ് സൊല്യൂഷനും ഉണ്ട്, സ്പൈക്ക് സൊല്യൂഷനും ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഈ സ്റ്റോറിയെ ഡിസൈൻ ചെയ്യാം. ഇതൊരു ഓപ്പറേഷണൽ പ്രോട്ടോടൈപ്പാണ്. പ്രോട്ടോടൈപ്പിംഗ് മോഡലിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ് സ്പൈക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓപ്പറേഷണൽ പ്രോട്ടോടൈപ്പ്. ഇതിലെ പ്രോട്ടോടൈപ്പിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുക. അതൊരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യും. ഈ പ്രോട്ടോടൈപ്പിനെ വീണ്ടും അത് ഇവാലുവേറ്റ് ചെയ്യും. അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഇംപ്ലിമെൻറ്റേഷൻ അങ്ങനെ പോകുന്നതാണ്. രണ്ട് രീതിയാണ് സ്പൈക്ക് സൊല്യൂഷൻ, CRC കാർഡും. മൂന്നാമത്താണ് കോഡിംഗ്. ഡിസൈൻ ചെയ്തതിനെ കോഡിങ്ങിലോട്ട് മാറ്റുന്നതിലാണ് കോഡിങ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ XP പ്രോഗ്രാം പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. SP എൻകറേജസ് റീഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ ടെക്നിക് ദാറ്റ് ഈസ് ഓൾസോ മെത്തേഡ് ഫോർ ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ. അതായത് ഡിസൈൻ ചെയ്തതിനെ
കൺസ്ട്രക്ഷനിലോട്ട് മാറ്റുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് റീഫാക്ചറിങ് എന്ന് പറയും. കൺസ്ട്രക്ഷൻ ടെക്നിക് ദാറ്റ് ഈസ് ഓൾസോ എ മെത്തേഡ് ഫോർ ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ. ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്തതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്നതാണ് ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ. അതാണ് റീഫാക്ചറിങ് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും കോഡിങ്ങിൻ്റെ ഫസ്റ്റിൽ വരുന്നതാണ് റീഫാക്ചറിങ് എന്ന് പറയുന്നത്. ആഫ്റ്റർ സ്റ്റോറീസ് ആർ ഡെവലപ്ഡ് ആൻഡ് പ്രിലിമിനറി ഡിസൈൻ വർക്ക് ഇസ് ഡൺ. സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന സ്റ്റേജാണ് കോഡിംഗ് എന്ന് പറയുന്നത്. സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ വർക്കും കഴിഞ്ഞാൽ തുടങ്ങുന്നതാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നതാണ് പെയർ പ്രോഗ്രാമിംഗ്. കോഡിങ്ങിൽ പറയുന്ന ഒന്നാണ് പെയർ പ്രോഗ്രാമിംഗ്. പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞെങ്കിൽ XP റെക്കമെൻഡ്സ് 2 people വർക്ക് ടുഗദർ അറ്റ് 1 കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷൻ. അതായത് 2 പേര് ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്ക് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നതിനാണ് പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. XP റെക്കമെൻഡ്സ് 2 people വർക്ക് ടുഗദർ അറ്റ് 1 കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷൻ. ഒരു കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷനിൽ 2 പേര് വർക്ക് ചെയ്യുക. ടു ഡെവലപ്പ് കോഡിംഗ് ഫോർ സ്റ്റോറി. ഈ സ്റ്റോറിക്കുള്ള കോഡിംഗ് ഡെവലപ്പ് ചെയ്യുമ്പോൾ 2 ആൾ ഒരേ സമയം ഒരു കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുക. ആ പേരിൽ തന്നെ ഉണ്ട് പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പിന്നെ 4ാമത്തെ ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിങ്ങിൽ മെയിനായിട്ടും പറയുന്നത് യൂണിറ്റ് ടെസ്റ്റിങ്ങും ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങും ആണ്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോഡിങ്ങിനെ മോഡ്യൂൾ ബേസിൽ തരംതിരിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഇതിൽ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് കൂടി പറയുന്നുണ്ട്, പക്ഷേ കോമൺ ആയിട്ട് പറഞ്ഞ യൂണിറ്റ് ടെസ്റ്റിങ്ങും ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങും ആണ്. മോഡ്യൂൾ ബേസ്ഡ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്തുക. പിന്നെ ആക്സെപ്റ്റൻസ് ടെസ്റ്റ്. ആക്സെപ്റ്റൻസ് ടെസ്റ്റ് പറയുമ്പോൾ കസ്റ്റമർ നടത്തുന്ന ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ മറ്റൊരു പേര് കൂടി ഉണ്ട്, അതിന് കസ്റ്റമർ ടെസ്റ്റ് എന്ന് കൂടി പറയാറുണ്ട്. കസ്റ്റമർ നടത്തുന്ന ടെസ്റ്റിംഗ് ആയതുകൊണ്ട്. ഇത്രയുമാണ് SP പ്രോസസ് മോഡലിൽ പറയുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു വേരിയേഷൻ പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ SP മോഡൽ. അത് IXP എന്ന് പറയും.